22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിന് ആദ്യ നാളുകളിൽ ഡിവോഴ്സ് വർദ്ധിക്കുന്നത്, കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ്. എല്ലാം എന്റെ പ്രശ്നമാണ്. ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം, അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആരംഭത്തിനെല്ലാം അവസാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കും. ഓരോ ദിവസം കഴിയുന്നോറും ലക്ഷ്മി പ്രിയ ചേച്ചി ഇങ്ങനെ എക്സ്പോസർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ ദിവസം കഴിയുന്നോറും ലക്ഷ്മി പ്രിയയെ കുറിച്ച് ഓരോ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാണെങ്കിൽ ഓരോ ദിവസവും ലക്ഷ്മി പ്രിയയെ കുറിച്ച് മാത്രം വീഡിയോകൾ ചെയ്യാനുള്ള വകുപ്പുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ലക്ഷ്മി പ്രിയക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഇപ്പൊ ലക്ഷ്മി പ്രിയയോടൊപ്പം തന്നെ ലക്ഷ്മി പ്രിയയുടെ ഭർത്താവായിട്ടുള്ള ജയേഷും എക്സ്പോസഡ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലക്ഷ്മി പ്രിയയുമായി ബന്ധപ്പെട്ട് ഇത്രയും കണ്ടതും കേട്ടതുമായ കഥകളിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് അൻസിബയോ ലക്ഷ്മി പ്രിയോ ഒന്നുമല്ല, ലക്ഷ്മി പ്രിയയുടെ ഭർത്താവായിട്ടുള്ള ജയേഷാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ തന്നെ മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി പ്രിയ കേസ് കൊടുക്കേണ്ടിയിരുന്നത് അൻസിബയ്ക്കെതിരെ ഒന്നുമല്ല, സ്വന്തം ഭർത്താവായിട്ടുള്ള ജയേഷിനെതിരെയാണ്. പക്ഷെ ഉപദ്രവകാരിയായിട്ടുള്ള ഭർത്താവിന്റെ ഒരു പാവപ്പെട്ട അടിമ ആയതുകൊണ്ട് ലക്ഷ്മി പ്രിയ അവിടെ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നതിന് പകരം അൻസിബയ്ക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ളതാണ്. ഇതാണ് അവിടെ ശരിക്കും സംഭവിച്ചത്. കത്തിയില്ല അല്ലേ? ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കത്തും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്നലെ ഈ സിനിമാ മേഖലയിലെ മുൻ ഡയറക്ടറായിട്ടുള്ള അലപ്പി അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ലക്ഷ്മി പ്രിയക്കെതിരെ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അലപ്പി അഷ്റഫിന്റെ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, പലർക്കും അറിയുമായിരിക്കും. പുള്ളിക്കാരന്റെ പേര് തന്നെയാണ് ആ യൂട്യൂബ് ചാനൽ ഉള്ളത്. ഇപ്പൊ മൂപ്പര് സിനിമാ പിടുത്തം പരിപാടികളൊക്കെ നിർത്തിയെന്ന് തോന്നുന്നു. മെയിനായിട്ട് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യലാണ് മൂപ്പര് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ മൂപ്പര് ഇന്നലെ ലക്ഷ്മി പ്രിയയെ കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. എന്തായാലും അലപ്പി അഷ്റഫിന്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലക്ഷ്മി പ്രിയ അൻസിബ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അറിയാത്തവർക്കാണ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ പറയുന്ന ലക്ഷ്മി പ്രിയയുടെ ഫോണിലേക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ പറയുന്ന അൻസിബ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ മെസ്സേജ്? മെസ്സേജ് ഇത്രയേ ഉള്ളൂ: ലക്ഷ്മി പ്രിയ ചേച്ചി, നിങ്ങൾ മുമ്പ് ദുബായി പോയ സമയത്ത് നിങ്ങൾ ആരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെന്റെ ആർജായിട്ടുള്ള ഒരു ഫ്രണ്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത് മാത്രമാണ് മെസ്സേജിലുള്ളത്. എന്തായാലും അൻസിബ ലക്ഷ്മി പ്രിയക്ക് അയച്ച ഈ മെസ്സേജ് ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ് കാണുകയും ഇതിന്റെ പേരിൽ ഭർത്താവ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുടുംബജീവിതം വരെ തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും അതിനുശേഷം അൻസിബയ്ക്കെതിരെ ഈ പറയുന്ന ലക്ഷ്മി പ്രിയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അൻസിബ എന്താക്കി, നേരെ അമ്മ സംഘടനയിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷെ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ല. അതോടെ അൻസിബ എന്ത് ചെയ്തു, മാധ്യമങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. ഇതോടെ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. ഇതാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അലപ്പി അഷ്റഫിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ പറയുന്ന അലപ്പി അഷ്റഫിനെ മുമ്പ് ഒരിക്കൽ ലക്ഷ്മി പ്രിയ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് തന്നോട് ലക്ഷ്മി പ്രിയ പറഞ്ഞത് എന്നുള്ള കാര്യം അലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. അപ്പോൾ ലക്ഷ്മി പ്രിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ചു പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. നോട്ട് ദ പോയിന്റ്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു. ആര്? ജയേഷ് ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയയെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. ഈ പോയിന്റ് നോട്ടയാണ്. ബാക്കി കേട്ടോ. എന്തായാലും അൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിൻ ലാലിനെ വിളിച്ചു വരുത്തി അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്നാണ് ലക്ഷ്മി പ്രിയ എന്നോട് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മി പ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ ആ സഹതാപം ഇല്ലാതായി. പിന്നീട് അവർ അൻസിബയെ കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു. ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ടെന്ന്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ
തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. അതൊക്കെ എന്നേ മാറ്റി നിർത്തിയതാണ്. ഈ പറയുന്ന ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ഒരു വർഗീയ വിഷമാണെന്നുള്ളത് ജനം പണ്ടേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. ഇവർ ഇന്നലെ വർഗീയത ചീറ്റാൻ തുടങ്ങിയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് BJP മത്സരിക്കാൻ തീരുമാനിച്ച ആ സമയം തൊട്ടേ ഇവർ വർഗീയത പറയാൻ തുടങ്ങിയതാണ്. അതിപ്പോഴും തുടർന്ന് പോരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ അൻസിബയുമായിട്ടുള്ള ചീള് കേസിലൊക്കെ ഒരു മെസ്സേജ് അയച്ച കേസിലൊക്കെ അൻസിബയ്ക്ക് പിന്നിൽ മത തീവ്രവാദ സംഘടനയും ആണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നിലവാരമില്ലായ്മ ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടാൽ തോന്നും അൻസിബ അമ്മാ സംഘടനയിൽ ചേർന്നത് തന്നെ അമ്മാ സംഘടനയിൽ കൂടുതൽ ആൾക്കാർ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കാനാണെന്നുള്ളത്. മത തീവ്രവാദ സംഘടനകളെ കൂട്ടിപ്പിടിച്ചിട്ട് കുറച്ച് ആളുകളെ മുസ്ലിം ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് അൻസിബ അമ്മാ സംഘടനയിലേക്ക് വന്നത് തന്നെ. ഓപ്പറേഷൻ അമ്മ ജിഹാദ് അതിന് വേണ്ടിയിട്ടാണ് അൻസിബ വന്നത്. അല്ല അങ്ങനെ മുമ്പും ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ടിനിടോബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനത് മറന്നു. ഒക്കെ കണക്ക് തന്നെ രണ്ടൊരു വണ്ടിക്കുള്ള ആൾക്കാർ തന്നെ. എന്നാലും വല്ലാത്തൊരു സ്ത്രീ തന്നെ കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇങ്ങനെ വർഗീയത പറയുക എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും അൻസിബ ഒരു സ്ട്രോങ് ലേഡി ആയതുകൊണ്ട് ഇവർ എക്സ്പോസ്ഡ് ആയി. എന്തായാലും നമുക്ക് ഇനി അലിപ്പി അഷ്റഫിന് പറയാനുള്ളത് ബാക്കി കേട്ടോ. വൃത്തിയും സമൂഹത്തെ വഴിതെറ്റിക്കുന്നതാണ്. സത്യത്തിൽ അവർ കൊടുത്ത പരാതിയിൽ തന്നെ മറ്റൊരു ക്രൈം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് അൻസിബ അയച്ച മെസ്സേജിനേക്കാൾ ഗൗരവമേറിയതാണ്. അവർ പറയുന്നത് അവരുടെ ഭർത്താവ് അവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നാണ്. അതെ, വെറുതെ ഉപദ്രവിക്കുന്നതല്ല, പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയെന്നാണ് അവർ പറഞ്ഞത്. എങ്ങനെയാണ് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയെന്ന്? ഇങ്ങനെയൊക്കെ സ്വന്തം ഭർത്താവ് ലക്ഷ്മിപ്രിയയോട് ചെയ്തിട്ടും ലക്ഷ്മിപ്രിയ ഭർത്താവിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്നുള്ളതാണ് പ്രശ്നമല്ല. അൻസിബിനെ തലയിലിടാൻ നോക്കി, അൻസിബയെ കുറ്റക്കാരിയാക്കാൻ നോക്കി. അതാണ് അവിടെ ശരിക്കും സംഭവിച്ചത്. ഇനി ഈ പറയുന്ന ലക്ഷ്മിപ്രിയ തന്നെ അൻസിബയ്ക്കെതിരെ കൊടുത്ത പരാതിന്റെ പകർപ്പ് ഞാനൊന്ന് വായിച്ചു തരാം. അതിൽ ഭർത്താവ് തന്നോട് കാണിച്ച ക്രൂരതയും ഈ പറയുന്ന ലക്ഷ്മിപ്രിയ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെതിരെ കേസ് എടുക്കാൻ എവിടെയും ലക്ഷ്മിപ്രിയ പോലീസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യം ആ പരാതി ഒന്ന് വായിച്ചു തരാം. 22/2/2026 തൃപ്പൂണിത്തറ. ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യാണ്. 22/2/2026. ഓക്കെ. To SHO, Women Cell തൃപ്പൂണിത്തറ, ഫ്രം ലക്ഷ്മിപ്രിയ. ബഹുമാനപ്പെട്ട സാർ, എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ എന്റെ ഭർത്താവ് മൂലം അനുഭവിക്കേണ്ട പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ ഇന്നേ ദിവസം ഒരു പരാതി തന്നിരുന്നല്ലോ. ആ പ്രശ്നങ്ങളുടെ മൂല കാരണം ഈ കഴിഞ്ഞ ഡിസംബർ മാസം അൻസിബ ഹസൻ എന്റെ സുഹൃത്ത് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയും ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ദുബായിൽ വെച്ച് ഏതോ മോശമായ സാഹചര്യത്തിൽ മോശമായി ഒരാളോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്ന് ആ കുട്ടിയുടെ ആർജായിട്ടുള്ള ഏതോ സുഹൃത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇല്ല എന്ന് എനിക്ക് 100% ഉറപ്പായതിനാൽ അത്തരത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാൻ പല പ്രാവശ്യം ഞാൻ ചോദിച്ചു. അതിനൊന്നും മറുപടി പറയാതെ പോവുകയാണ് അൻസിബ ചെയ്തത്. എന്നാൽ ഈ മെസ്സേജ് എന്റെ ഭർത്താവ് കാണുകയും അതുമൂലം എന്നെ ശാരീരികവും മാനസികമായും ഉപദ്രവിക്കുകയുമാണ് ചെയ്തത്. അതിനാൽ അൻസിബ ഹസനെയും സുഹൃത്തിനെയും ഇവിടെ വിളിച്ചു വരുത്തി ഇതേപ്പറ്റി ചോദിച്ച് ആ ഫോട്ടോ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുന്നു. മോശമായ ഫോട്ടോ ഇല്ലെങ്കിൽ എന്റെ കുടുംബജീവിതം നശിപ്പിച്ചതിന് കാരണമായി ആ കുട്ടിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ്, കുറെ ബുദ്ധിമുട്ടിയത് വായിക്കാൻ. എന്തായാലും വായിച്ചപ്പോൾ നിങ്ങൾക്ക് വേറെ മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഈ പരാതിയിൽ തന്നെ ലക്ഷ്മിപ്രിയ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് ഭർത്താവ് തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നുള്ള കാര്യം. പക്ഷെ എന്നിട്ടും ഇവിടെ ലക്ഷ്മിപ്രിയ കേസെടുക്കാൻ പറയുന്നത് ആർക്കെതിരെയാണ്? അൻസിബയ്ക്കെതിരെയാണ്. കുടുംബജീവിതം നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറയുന്നില്ല. എന്ത് നല്ല ഉത്തമമായിട്ടുള്ള ഭാര്യ അല്ലേ? ഭാര്യ ആയി കഴിഞ്ഞാൽ എങ്ങനെ വേണം? ഭർത്താവ് എത്ര ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചാലും ഭർത്താവിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറയരുത് കേട്ടോ. ഇങ്ങനെ ഒരു മണകുണാഞ്ച ഭാര്യ. എന്തായാലും ഈ പരാതിനെ പകർപ്പ് എല്ലാവരും കേട്ടല്ലോ. ഇനി നമുക്ക് ബാക്ക് ടു അലിപ്പി അഷ്റഫിന്റെ വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. മൂപ്പർക്ക് പറയാനുള്ള ബാക്കി കൂടി കേട്ടോ എന്നാണ് അവർ പറയുന്ന പ്രകാരം. ഈ നിസാര പ്രശ്നത്തിന്റെ പേരിൽ അവരോട് ഇത്തരം ക്രൂരത കാട്ടിയ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കേണ്ടതല്ലേ? ഈ ചോദ്യമാണ് അൻസിബയും ചോദിക്കുന്നത്. ഇതേ ചോദ്യം ഒരു പ്രസ് മീറ്റിൽ ലക്ഷ്മിപ്രിയയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി അത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്നാണ്. ഗാർഹിക പീഡനം നടന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ഇവർ തന്നെ പറയുന്നു അത് നിങ്ങൾ എന്തിനാ അറിയുന്നതെന്ന്. എങ്ങനെയുണ്ട് അവരുടെ ന്യായം? അതാണ് ഭർത്താവിനെതിരെ പരാതി കൊടുത്തുണ്ടെന്ന് ചോദിച്ചപ്പോ അത് ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നമാണ്, എന്തിനാണ് നിങ്ങൾ അറിയണമെന്നുള്ളതാണ് ലക്ഷ്മിപ്രിയന്റെ മറുപടി. പക്ഷെ അൻസിബയ്ക്കെതിരെ കേസ് കൊടുക്കുന്നതിൽ ഈ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അന്നേ അതൊരു വിഷയമേ ഇല്ലേ. ഇങ്ങനൊരു ഇരട്ടത്താപ്പ് ഇഷ്ടം. പക്ഷെ ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി അത് ഞാൻ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയൊക്കെ എത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്ത പക്ഷെ ഭർത്താവിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാവാത്ത ലക്ഷ്മിപ്രിയ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവിനെതിരെ ഡിവേഴ്സ് പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 2/3/2026 ആണ്. എത്രയാണ്? 2/3/2026 ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ട് 10 ദിവസങ്ങൾക്ക് ശേഷം അൻസിബയ്ക്കെതിരെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പോലീസിൽ പരാതി നൽകുന്ന ഡേറ്റ് എപ്പോഴാണ്? അത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് അല്ലേ? 22/2/2026 ആണ്. ഞാൻ അത് വേണമെങ്കിൽ
വേണമെങ്കിൽ ഒന്നുകൂടെ സൈഡിൽ കൊടുക്കാം, ആ പകർപ്പിന് ആ ഡേറ്റിന്റെ ഭാഗം. ഈ പരാതി കൊടുത്ത് 10 ദിവസങ്ങൾക്ക് ശേഷം ലക്ഷ്മി പ്രിയ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഇപ്പൊ അവരുടെ അക്കൗണ്ടിൽ കാണാനില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മനോരമ ന്യൂസ് ഓൺലൈനിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഞാൻ അതൊന്ന് വായിച്ചുതരാം. ഭർത്താവ് ദേശീയമായി വേർപിരിയുകയാണെന്ന് അറിയിച്ച് നടി ലക്ഷ്മി പ്രിയ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത്. വിവാഹമോചിതയാണെന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയ നടി അധികം വൈകാതെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. ചേരാത്ത ജീവിതത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു താരത്തിന് കുറിപ്പ്. ഫേസ്ബുക്കിൽ നിന്നും കുറിപ്പ് പിൻവലിച്ചെങ്കിലും അധികം വൈകാതെ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലായി മാറി. ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 40കളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു. പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ്. കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവെക്കാറില്ല. ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം. 22 വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വിവാഹത്തിന് ആദ്യ നാളുകളിൽ ഡിവോഴ്സ് വർദ്ധിക്കുന്നത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ എവിടെ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ്. എല്ലാം എന്റെ പ്രശ്നമാണ്. ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം, അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആരംഭത്തിനെല്ലാം അവസാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു. ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക. ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി, അത് മാത്രമാണ് കാരണം. ഞങ്ങളുടെ സ്വകാര്യത, മക്കൾ ഇതിനെയൊക്കെ മാനിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് ലക്ഷ്മി പ്രിയ 2/3/2026 പങ്കുവെച്ച പോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പോസ്റ്റ് പങ്കുവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷ്മി പ്രിയ ഫേസ്ബുക്കിൽ നിന്ന് ഈ പോസ്റ്റ് പിൻവലിച്ച് കിട്ടും. അന്ന് ഈ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്. നിങ്ങൾക്ക് കാര്യം കത്തി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് അൻസിബ ലക്ഷ്മി പ്രിയയുടെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് ഭർത്താവ് കണ്ടത് കാരണം പട്ടിയെ തല്ലുന്ന പോലെ തന്നെ തല്ലിയെന്ന് ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അലപ്പി അഷ്റഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് പിന്നാലെ ആകണം അയാളുമായി പിരിയാമെന്നുള്ള തീരുമാനം ലക്ഷ്മി പ്രിയ എടുക്കുന്നത്. അതിന് പിന്നോട് ആയിട്ട് തന്നെ ആകണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നാലെ ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയ മൂവീസ് വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ പോയി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ലക്ഷ്മി പ്രിയ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടോ. മുട്ട കോമഡിയാണ് മക്കളെ, ബാക്കി കേട്ടോക്കാം. അപ്പൊ ചേച്ചി വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവരല്ലേ കഴിഞ്ഞ മാസം ഡിവോഴ്സ് ആയത് ന്യൂസ് ഇത്ര മനോഹരമായിട്ട് പോകുന്ന ഒരു ഫാമിലിനെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഡിവോഴ്സ് ആക്കട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെ ഡിവോഴ്സ് കൂടെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എപ്പോഴാണ്? അടുത്ത മാസമായിരിക്കും. ഇത് നിങ്ങള് ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു ഇതൊക്കെ കാണും? ആദ്യമല്ല, അതായത് ഈ എഴുത്ത് പരിപാടികൾ ഉണ്ടല്ലോ, അപ്പം ഞാൻ എഴുതുമ്പോൾ മിക്കവരും ആൾക്കാർ ഓർക്കുന്നത് എന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴോ ഏട്ടനുമായിട്ട് വഴക്കിട്ടിരുന്ന പിണക്കമുണ്ട്, അറിയാലോ ഈ ഇണക്കം എത്രയാണോ അതുപോലെ പിണക്കമുണ്ട്. ആ ഒരു സമയത്ത് എനിക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റി ഞാനൊരു എന്താ പറയാ എന്നെ വായിക്കുന്ന ആൾക്കാരുണ്ട്, വായിക്കുന്ന. അപ്പം അവരും നമ്മളുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുക, അവരുടെ കമന്റ്സ് ഒക്കെ വായിക്കുക, അയ്യോ അങ്ങനെ പാടില്ല ഇങ്ങനെ വിളി, ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലായി അയ്യോ ഇത് റൂട്ട് മാറി പോകുന്നു. അപ്പൊ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്റെ പോസ്റ്റ് നിങ്ങൾക്ക് എന്റെ ഒരു വാളിലും കാണാൻ പറ്റില്ല. പോസ്റ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യെങ്കിലും അത് പക്ഷെ വേറെ ആൾക്കാരെടുത്ത് അതങ്ങ് ഭയങ്കര വൈറലാക്കി. എന്നാൽ ഇതെന്താണ് ഒരാൾക്ക് മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾക്ക് ഇത് പറ്റില്ല ഇങ്ങനത്തെ അതൊന്നും എന്തായാലും എടുത്തു ചാടി ഒന്നും ഇടൂല. എടുത്തു ചാടിയല്ല, എഴുത്ത് തന്നെ നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ അവിവേകം ഒന്നും കാണിക്കല്ലേ ചേച്ചി എഴുത്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെടുത്ത് റോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ചേച്ചി ഇനിയും എഴുതണം, ഇനിയും ഏറിപ്പോണം. എന്തായാലും അവസാനം എല്ലാം കൂടി അങ്ങോട്ട് മൂഡ് സിങ്സിന് തലേ കൊണ്ടിട്ടില്ല ചേച്ചി. എനിക്ക് മൂഡ് സിങ്സ് വന്നപ്പോൾ ഞാൻ ഡിവേഴ്സ് ആവുകയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതാണ്. ശരിക്കും ഞാനും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ. എന്തിനാണ് ചേച്ചി എല്ലാം കൂടി മൂഡ് സിങ്സിന് തല കൊണ്ടിടുന്നത്? അല്ലെങ്കിൽ തന്നെ മൂഡ് സിങ്സിൽ ഏറ്റെടുക്കാനോട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടെ കൂടെ ചേച്ചിന്റെ പ്രശ്നം കൂടെ ഏറ്റെടുക്കാൻ വയ്ക്കുക. ഇവിടെ മൂഡ് സിങ്സും തേങ്ങാക്കോലും ഒന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ അൻസിബയുമായിട്ടുള്ള പ്രശ്നമാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം. എല്ലാവർക്കും അത് കത്തിക്കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് നിമിഷ നേരം കൊണ്ട് മാറ്റി പറയാൻ ആശയത്തിന്റെ കഴിവുണ്ടല്ലോ, അത് സമ്മതിച്ചെന്ന് കേട്ടോ. അതിനെ കുറിച്ച് കൂടി അലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് ലക്ഷ്മി പ്രിയയുടെ സ്വഭാവം മാറിയുമെന്നുള്ള കാര്യം. നമുക്ക് എന്തായാലും അലപ്പി അഷ്റഫ് പറയുന്ന ആ ഭാഗം ഒന്ന് കേട്ടോ. ഇതൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ലക്ഷ്മി പ്രിയയുടെ സ്വഭാവം ഒരിക്കലും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഏത് സമയവും ഏത് വിധേനയും അത് മാറാം. ഇത് പറയുവാൻ ഇതിനെ ശരിവെക്കുന്ന ഒരു സംഭവമുണ്ട്. ജനറൽ ബോഡിയുടെ അടുത്ത ദിവസം അമ്മയുടെ ഓഫീസിൽ അത് അരങ്ങേറി. നീന കുറുപ്പിന് നേരെ ലക്ഷ്മി പ്രിയ പുഴുത്തു ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലോ. അതേ ലക്ഷ്മി പ്രിയ തന്നെ നീന കുറുപ്പിനെ അമ്മയുടെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. നീന കുറുപ്പ് ആകെ സ്തംഭിച്ചു നിന്നുപോയി. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ ഇതാ തെളിവ് തരാം.
is ലക്ഷ്മി പ്രിയാണ് member is ലക്ഷ്മി പ്രിയാണ് ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ലക്ഷ്മിപ്രിയയുടെ സ്വഭാവ വൈകൃതങ്ങൾ എന്ന് പറയുന്നത്. ഒരാൾക്കെതിരെ തെറി പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ അയാളായിട്ട് നന്നാവും. ഇപ്പൊ ഡിവോഴ്സിന്റെ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. സ്വന്തം ഭർത്താവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അടുത്ത നിമിഷം തന്നെ ആ പോസ്റ്റ് പിൻവലിച്ചിട്ട് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നു. ഞാൻ എന്റെ ഭർത്താവും അടിപൊളിയാണെന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് മൂപ്പത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും പുള്ളിക്കാരിക്ക് പറയാൻ എന്താണെന്ന് കേട്ടോക്കാം. ഞാൻ ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെ കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഓക്കെ, ഈ പറഞ്ഞെന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ 2 ദിവസം മുമ്പേ ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ അൻസിബക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അൻസിബ മദ്യപിക്കുമായിരുന്നു, അൻസിബക്ക് ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു സിനിമാ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് രാത്രി 4 മണിക്ക് ഹോട്ടൽ റൂമിൽ വെച്ച് അൻസിബയെ കാമുകനൊപ്പം പിടിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അൻസിബക്കെതിരെ ലക്ഷ്മിപ്രിയ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നത്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെ കുറിച്ച് സ്വകാര്യമായി സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു. ലക്ഷ്മിപ്രിയ, ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസ്യയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, വളരെ നല്ല ഉപദേശം അല്ലേ? പക്ഷേ ഈ ഉപദേശം നൽകുന്ന ആർക്കാണ്? ലക്ഷ്മിപ്രിയക്കാണ്. ഒരു കാര്യമില്ല. എത്ര ഉപദേശം നൽകിയാലും അതിന്റെ തലയിലൊന്നും കയറാൻ പോണില്ല. അത് ഇന്നലെ വരെ എന്താണോ ചെയ്തത് അത് നാളെയും ചെയ്തുകൊണ്ടേയിരിക്കും. നന്നാവാനാണെങ്കിൽ എന്നോ നന്നാവേണ്ടതാണ് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ. എന്തായാലും ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിന്റെ ജയേശ്വരന് തീരെ അങ്ങ് പിടിച്ചില്ല കേട്ടോ. മൂപ്പർ ഇന്നലെ ഈ പറഞ്ഞ ഭാഗ്യലക്ഷ്മിക്ക് മറുപടി ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കേട്ടോക്കാം. അപ്പോൾ അത്രയും ബന്ധമുള്ള ചേച്ചിക്ക് നമ്മളോട് കാര്യം പറയണമെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ചേച്ചി എന്നെ പറ്റി വേറെ ഒന്നും വിചാരിക്കുന്നത് ചേച്ചി കുറ്റപ്പെടുത്താനോ ചേച്ചി വിഷമിപ്പിക്കാനോ അല്ല വന്നത്. ചേച്ചി ഇന്നും എന്റെ മനസ്സിൽ അല്ലെങ്കിൽ ചേച്ചിയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു മനസ്സിൽ ചേച്ചി വലിയ ബിംബം തന്നെയാണ്, വലിയ വിഗ്രഹം തന്നെയാണ്. ചേച്ചി അത്രയ്ക്ക് ടാലന്റഡ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ചേച്ചി എന്തിനാണ് ഒരു വീഡിയോ ചെയ്തത്? ഇപ്പോൾ ചേച്ചി ഒരു വീഡിയോ ഒന്നും കാര്യം പറഞ്ഞില്ല, ഞാൻ ചേച്ചി ഫോൺ വിളിച്ചിട്ട് പറയുള്ളൂ.
അപ്പോൾ ചേച്ചിയുടെ വീഡിയോയിൽ തന്നെ ഞാൻ ചേച്ചി ട്രൈ ചെയ്തു, ഫുൾ ട്രൈ പക്ഷേ കിട്ടിയില്ല. എനിക്ക് എന്നാൽ നമ്പർ മാറി തോന്നുന്നു, എൻ്റെ കയ്യിലുള്ള നമ്പർ ആയിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരും പറയുന്നത് അത് നമുക്ക് പ്രശ്നമല്ല, നമ്മൾ കണ്ടിട്ട് പോലില്ലാത്ത ആൾക്കാർ, കേട്ടിട്ട് പോലില്ലാത്ത ആൾക്കാർ, വെറുതെ ഫ്രെയിമിലല്ലോ സിനിമയിലോ സീരിയലോ ടി വിയിലോ കണ്ടിട്ടുള്ള പരിചയം വെച്ച് മാത്രം നമ്മളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ അത് നിർത്തിക്കൊള്ളു നമുക്കറിയാം. പക്ഷെ അവരുടെ ഇടയിലേക്ക് ചേച്ചിയെ പോലെയാണ് ഇത്രയും ഫാമിലിയായിട്ട് ബന്ധമുള്ള ഒരാൾ വന്നിട്ട് ലക്ഷ്മപ്രിയ, ഞാൻ ലക്ഷ്മപ്രിയോട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടാൻ ഇഷ്ടമില്ലാത്തവരാണ്. പെണ്ണുങ്ങളായി പെണ്ണുങ്ങളുടെ കാര്യം അല്ലേ, അല്ലെങ്കിൽ നല്ലൊരു സാരി ഒരു പെണ്ണെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല സാരി കൊടുക്കാത്തൊരു പെണ്ണിന് അവരോട് ദേഷ്യം തോന്നും. ദേഷ്യം നല്ല അസൂയ തോന്നും. അവളുടെ സാരി ഉണ്ടല്ലേ, അവരുടെ മേക്കപ്പ് ഉണ്ടല്ലേ, അവൾക്ക് ഇത്രയും മുടിയുണ്ട്, എന്തിനാ ഇത്രയും മുടി കൊണ്ട് നടക്കണേ, അതൊന്ന് കട്ടി വെച്ച് എവിടെയും പോകാൻ നേരത്തെ എത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പറയാം. പെണ്ണുങ്ങൾക്ക് അസൂയ കുശും പറയാൻ ചെറിയ സമയത്ത്, ആണുങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ നല്ല ഷർട്ട് അവിടെ നിന്ന് ഭയങ്കര ഇഷ്ടമുള്ള കിട്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്, നീ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായി, ഇപ്പോൾ പഴയ പോലെയല്ല, ഇങ്ങനത്തെ ഡ്രസ്സ് കൊണ്ട് നീ ഇടാനായിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ആൺകുട്ടികളുടെ. പിന്നെ അതിനകത്ത് കുശുമ്പന്മാർ കാണുമോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ, പിള്ളേരുടെ അസൂയം കുശുമ്പൊന്നും അത്രേ ഉള്ളൂ. അതെ, മൂപ്പര് പറഞ്ഞു തന്നെ എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ലക്ഷ്മിപ്രിയ ചേച്ചിയോട് എല്ലാവർക്കും അസൂയും കുശുമ്പും എന്നാണ് മൂപ്പര് പറഞ്ഞു വരുന്നത്. അസൂയപ്പെടാൻ പറ്റിയൊരു സാധനം, ഇതൊക്കെ കേൾക്കണം റബ്ബേ. ബാക്കി പടം എന്തായാലും. പക്ഷെ ആ ഗണത്തിൽ ഞാൻ ചേച്ചിയെ പെടുന്നില്ല. ചേച്ചിക്ക് സാധാരണ ഒരു പരിചയം, വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു ബന്ധുവിനെ പോലെ തന്നെയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. എത്രയോ വർഷങ്ങളെ, ഒരു 30-35 വർഷമായിട്ടുള്ള ബന്ധം ചേച്ചിയാണുണ്ട്. അപ്പോൾ ചേച്ചി എന്തിന്റെ പേരിലാണ് ശരി, ചേച്ചിക്ക് കേട്ടുകേൾവി മാത്രമുള്ള കാര്യമാണ്. അപ്പോൾ ചേച്ചി വന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കാം, നമ്മൾ എന്താണ് കേട്ടുകേൾവിയോ? ഇതോ ഒരു കേട്ടുകേൾവി ഇല്ല. ലക്ഷ്മിപ്രിയ എന്താണോ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറഞ്ഞത് അതിനെ കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുള്ളത്, അല്ലാണ്ട് കേട്ടുകേൾവി വെച്ച് സംസാരിച്ചതൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ലേ ചേട്ടാ, നിങ്ങൾ എന്തായാലും ബാക്കി പറ. ഇതിനു മുമ്പ് ചേച്ചി വിളിച്ചില്ല. ഇതിനു മുമ്പ് ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ലക്ഷ്മിയെ ഇത്രയും ആളുകളിട്ട് പൊരിച്ചപ്പോഴും, അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് വീഡിയോസ് വന്നപ്പോഴും അത് ചേച്ചി ഒന്ന് വിളിച്ചിട്ട് എന്താണ് ഇങ്ങനെ കാണുന്നുണ്ട്, എന്താ പ്രശ്നം, അല്ലെങ്കിൽ ചേച്ചി പോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ലക്ഷ്മി എന്ന് പറയുന്നത്, ഇതാണെങ്കിൽ ഇത്രയുള്ള കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതാണ് ജയചേട്ടന്റെ പ്രശ്നം. സോഷ്യൽ മീഡിയ ഇത്രയും ലക്ഷ്മിപ്രിയനെ ഇട്ട് കീറി മുറിച്ചപ്പോഴും ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി വന്നില്ല. അതിനുള്ള ചൊറുക്കാണ് ഇപ്പൊ മൂപ്പര് ലൈവിൽ വന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരാളെ? ഇങ്ങനെ വാ തുറന്നാൽ വർഗീയതയും അവിഹിതവും മാത്രം പറയുന്ന ഒരാളെ എങ്ങനെയാണ് പബ്ലിക്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? സപ്പോർട്ട് ചെയ്താലേ ചെയ്തവൻ അറിയിപ്പോകും. ഒരിക്കലും ബുദ്ധിയും വിവേകവും ഉള്ള ഒരാൾക്ക് പോലും ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ഗതികെട്ട് ഭാഗ്യലക്ഷ്മിക്ക് ലക്ഷ്മിപ്രിയക്കെതിരെ സംസാരിക്കേണ്ടി വന്നത്. ഇങ്ങനെ നിങ്ങളോട് അടുപ്പമുള്ള ഒരാൾ വന്ന് പബ്ലിക്കിൽ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പോലും നിങ്ങളുടെ പ്രവൃത്തികൾ അരോചകമായി മാറുന്നു എന്ന് വേണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ. അതിന് പകരം സംസാരിച്ച ആളെ കുറ്റപ്പെടുത്താം. ബെസ്റ്റ്. ഭാര്യയും കണക്കന്നെ, ഭർത്താവും കണക്കന്നെ. ബാക്കി പറഞ്ഞാലും അതായിരിക്കും നിങ്ങൾ പറഞ്ഞു കോംപ്രമൈസ് ചെയ്യുന്ന വാക്ക് ചേച്ചി പറഞ്ഞില്ല. ചേച്ചി ഇപ്പൊ വന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണോ ഇതിനകത്തുള്ള മറ്റൊരു പ്രതി, ഞാനവിടെ പേര് പോലും പറയുന്നില്ല. കാരണം ഇനി അതിന്റെ പേരിൽ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് വന്നിട്ട് എന്നെ പറ്റി മോശം പറഞ്ഞു, എന്റെ പേരെടുത്ത് പറഞ്ഞു, അങ്ങനെ ഞാനങ്ങനെ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. അതെന്നാണ് നല്ലത്. നിങ്ങളൊന്നും പറയാത്ത തന്നെയാണ് നല്ലത്. കാരണം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ലക്ഷ്മിപ്രിയക്കെതിരെ ചെയ്ത ക്രൂരതകളൊക്കെ പുറത്തു വരുമേ, അതുകൊണ്ട് മിണ്ടാതിരുന്നു. അതാണ് നല്ലത്. ആള് സംസാരിച്ചിട്ട് നല്ല പേടിയുണ്ട് അല്ലേ? അതാണ് അൻസിമിന്റെ പേര് പോലും പറയാൻ ഇത്ര മടി. ബാക്കി പറഞ്ഞാലും എവിടെ സന്തോഷം നോക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്താണോ ആ സന്തോഷം? ഭാര്യയെ ഉപദ്രവിക്കുന്നതാണോ ആ സന്തോഷം? അല്ല, ഭാര്യ ഉപദ്രവിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിക്കണേ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ബാക്കി പറഞ്ഞാലും വ്യക്തിയാണ് ഞാൻ. സ്വന്തമായിട്ട് ചേച്ചി ഒരു ദിവസം ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ചേച്ചി ഒരാളെ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി ചെന്ന്, വേറൊരു കുട്ടിയും സഹായത്തിന് കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പേര് പറയുന്നില്ല, ഞാൻ അവർക്ക് എന്നോട് വിരോധം വേണ്ട, എല്ലാവരും കണ്ട വീഡിയോ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കരിമീലാരെ മുഖത്ത് വിളിച്ചിട്ട് അയാളെ തല്ലി ചീത്ത വിളിച്ചു. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, ആ കുട്ടിയും ലക്ഷ്മി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയിൽ ചെന്ന് പതിലടക്കം കോടതിയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പൊതുസമൂഹത്തിൽ ഇത്രയും മോശമാകുന്ന ആൾക്കാർ എന്തെല്ലാം നിങ്ങൾ പറയുന്നത്, ഇതൊക്കെ ചേച്ചി പറയുന്നത്. പക്ഷെ അങ്ങനെ ചേച്ചി തോന്നിയെങ്കിൽ ചേച്ചി ഞങ്ങൾ പേഴ്സണലി വിളിച്ച് ചേച്ചി കാര്യം ചോദിക്കാൻ പറയാൻ പറ്റും. ചേച്ചി ഇതുവരെ മിണ്ടില്ല. എന്നാണ് നിങ്ങളുടെ വായുള്ളത് ചേച്ചിക്ക് കേൾക്കാൻ. എന്തായാലും നല്ല സങ്കടം ഉണ്ടല്ലേ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിന്റെ ജയചേട്ടന്? സാരില്ല, പോട്ടെ. ഇത്രയൊക്കെ ലക്ഷ്മിപ്രിയ ചേച്ചി പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ഒരാൾ പോലും ലക്ഷ്മിപ്രിയ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ജയചേട്ടൻ ആ ഒരു കൺസേൺ നിങ്ങൾ ഓർക്കണേ. സ്വന്തം ഭാര്യയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടാണ് ഈ വന്നിരുന്ന് പറയുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെയൊക്കെ പറയാൻ ഇങ്ങേർക്ക് എന്ത് അധികാരമാണുള്ളത്? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.